പിന്നല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയ ഒരു കടലുണ്ടി ട്രിപ്പിൻ്റെ കഥയായിട്ടൊന്ന് പറയാൻ പോകുന്നത്. ഒരു ടൂറിസം സെൻ്ററാണ് അത്. പിന്നെ അടിപൊളി വൈബായ ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ബോട്ട് സവാരി പോലെ ചെറിയ ഒരു മണിക്കൂർ യാത്രേൻ്റെ സവാരിക്ക് വേണ്ടിയിട്ട് പോയതാട്ടോ. അവിടെ രജിസ്റ്റർ ചെയ്ത പേര് കൊടുത്ത് പിന്നെ ഒരു 8 ആൾക്ക് 1000 രൂപയാണ് അവിടെ പറയണത്. പക്ഷെ നമ്മൾ അത് നമുക്ക് വേറൊരാളുമായിട്ട് ജോയിൻ ആയിട്ട് ഒരു ടീം പോലെ ആയിട്ട് അങ്ങനെ നമുക്ക് പോവാട്ടോ. പക്ഷെ ഞങ്ങൾ ഫാമിലി മാത്രമായിട്ട് അങ്ങനെ 1000 രൂപയ്ക്ക് 1 അവറിനാണ് അങ്ങനെ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നല്ല വൈബായിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പോകുന്നത്. സൂപ്പറായിരുന്നു ആ ഒരു ട്രിപ്പ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ചൊരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെയുള്ള ബോട്ടുകളൊക്കെ ഒരുവിധമൊക്കെ അങ്ങനെ കറങ്ങാൻ പോയി റിട്ടേൺ വരേണ്ട ടൈം ആവണേ ഉള്ളായിരുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുടിക്കാൻ ഒരു കുപ്പി വെള്ളവും ചെറിയൊരു സ്നാക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ലഞ്ചിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 1 മണി 1:30 ആയപ്പോൾ കയറിയിട്ട് 4 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ തിരിച്ച് വരുന്നത് കേട്ടോ, കരയ്ക്ക് വരുന്നത്. അതുവരെ നല്ല വ്യൂ ആയിരുന്നു. കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ചില്ലായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഒരു നിർബന്ധമേ ഉള്ളൂ, ഒരു കോട്ട് ധരിക്കണം എന്നുള്ളത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഞങ്ങൾക്കുള്ള വണ്ടി വന്ന് അത് ചൂരൽ കസാരക്കുള്ള ഒരു ചാരി കസാരയുള്ള ഒരു വണ്ടിയായിരുന്നു. അതിൽ കയറി എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടു, എല്ലാവരും റെഡി ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ബോട്ടിൻ്റെ ഉടമ, അതായത് ഞങ്ങൾ ഈ ബോട്ട് കൊണ്ടുപോകുന്ന ആൾ പറയുന്നുണ്ട്, പല തവണയായിട്ട് പറയുന്നുണ്ട്, അത് കോട്ട് ധരിക്കും അല്ല ജാക്കറ്റ് ഇടിയും. കാരണം ഇവിടെ 4 മുഴുവൻ ക്യാമറനെ കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് കേട്ടോ. ചെറിയ മോൾക്ക് വേണമെന്നില്ല, നിർബന്ധമില്ല, ഞങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളത് ഒരു പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഇക്കയും കോട്ട് ഇട്ടുട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ പുഴയുടെ സെൻറ്ററിലെത്തി. നല്ല കാറ്റും തണുപ്പ് വരുന്നു കേട്ടോ. ജാക്കറ്റ് ഇട്ട് അത്ര സുഖമൊന്നുമില്ല, എന്നാലും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് ഇരുന്നു കേട്ടോ. അടിപൊളി സൂപ്പറായിരുന്നു. മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ മോള് സാറൊക്കെ ഇത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ ബോട്ടിൽ പോകുക എന്നുള്ളതൊക്കെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഓളം മുഖത്ത് അത് വേറെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ വന്നതിന് ശേഷമുള്ള 2ാമത്തെ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് ഞാനും മക്കളും കേട്ടോ. കറങ്ങി അങ്ങനെ തണ്ടൽക്കാടിൻ്റെ അടുത്തെത്താനായി സമയത്ത് നല്ലൊരു വ്യൂ ആയപ്പോൾ അവർ ബോട്ട് നിർത്തിയിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നിർത്തി തന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. നല്ല സഹകരിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തണ്ടൽക്കാടിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ എക്കോ പോലെ നമുക്ക് തന്നെ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തണുപ്പ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, നല്ല കൂളിംഗ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കേട്ടോ. പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വിളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിക്കോളൂ, പോകുക, എവിടെയും പോവുക, ബീച്ച് കാണാൻ പോകുക എന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ്. പിന്നെയാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നതും പോണ വഴിക്ക് ലൊക്കേഷൻ നോക്കിയപ്പോൾ അടുത്താണെന്ന് അറിയുന്നതും കേട്ടോ. അങ്ങനെ പോയി അതാണ് ഇത്രയും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയിയിരുന്നു. എന്തായാലും സൂപ്പറാണ്, നല്ല രസമായിരുന്നു കേട്ടോ. വെക്കേഷനായിട്ട് മക്കൾക്കും അത് അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.